ശ്രീ എ സജീവൻ നോക്കൂ, ഇതാ ഇപ്പോൾ സിജു സുഗതൻ നമ്മുടെ ചീഫ് ന്യൂസ് എഡിറ്റർ ഇപ്പോൾ വിശകലനം ചെയ്ത ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഈ സ്വാഭാവികമായിട്ടാണ് വി ഡി സതീശൻ ഒരു സ്ഥാനാർത്ഥിയാണ് എന്ന് പുറത്ത് പോസ്റ്ററുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്, മുറവിളികൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെ അതിനേക്കാൾ സ്വാഭാവികമാണ് കെ സി വേണുഗോപാലിൻ്റെ പേര് വരുന്നതും. കേരളത്തിൽ 10 വർഷത്തിന് ശേഷം സി പി എമ്മിനെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ അട്ടിമറിച്ചൊരു ഭരണം ഇവിടെ കൊണ്ടുവരുന്നതിനുള്ള ഒരുക്കങ്ങൾ ഹൈക്കമാൻഡിൽ നിന്നാണ് തുടങ്ങുന്നത്. അത് ഹൈക്കമാൻഡിൻ്റെ പ്ലാൻ അനുസരിച്ചാണ് കാര്യങ്ങൾ വരുന്നത്. കനകോലുവിൻ്റെയൊക്കെ പഠനങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ വരുന്നത് ഹൈക്കമാൻഡിൻ്റെ ആശീർവാദത്തോടു കൂടിയാണ്. ഇവിടെ രാഹുൽ ഗാന്ധിയും ഹൈക്കമാൻഡിലെ നേതാക്കളും ഒക്കെ എന്തുമാത്രം അവർ ഇവിടെ പണിയെടുത്തിട്ടുണ്ട് എന്നുള്ളതും ഒക്കെ നമുക്കറിയാം. അതിൽ കെ സി വേണുഗോപാലിൻ്റെ റോളും നമുക്കറിയാം. ഇവിടെ സ്ഥാനാർത്ഥികൾ നിർണ്ണയിക്കപ്പെടുന്ന ഘട്ടങ്ങളിൽ കെ സി വേണുഗോപാലിന് കൈപ്പൊക്കാൻ പറ്റുന്ന അത്രയും എണ്ണം സ്ഥാനാർത്ഥികൾ എന്തുകൊണ്ട് ഇപ്പോൾ ജയിച്ചു വന്നിരിക്കുന്നു എന്നതിന് എത്രമാത്രം അപ്പോൾ കെ സിയുടെ അല്ലെങ്കിൽ ഹൈക്കമാൻഡിൻ്റെ റോൾ എത്രമാത്രം അന്നുണ്ടായിരുന്നു ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അത് പെട്ടെന്നൊരു വിജയമുണ്ടായതിന് ശേഷമുള്ള ഒരു പെട്ടെന്നുള്ളൊരു ക്ലെയിം വയ്ക്കൽ അല്ല അത് എന്നുള്ളത് വ്യക്തമാകുകയാണ്. കെ സി വേണുഗോപാൽ ഒരു നാച്ചുറലായി തന്നെ ഹൈക്കമാൻഡിൽ നിന്ന് വരുന്ന ഒരു പേരാണ് എന്നുള്ളത് നമുക്ക് ഒഴിവാക്കാൻ ആകുമോ? അതിനെ മറന്നുകൊണ്ട് അതിനെ അട്ടിമറിക്കാൻ ഇവിടെ വി ഡി സതീശൻ്റെ ഫാൻസ് അല്ലെങ്കിൽ അതിനോടൊപ്പം കുറച്ച് നാച്ചുറലായി തന്നെ വരുന്ന പ്രവർത്തകർ ഇവിടെ ഇപ്പോൾ ഈ കാണിച്ചു കൂട്ടുന്നതിൽ ഹൈക്കമാൻഡിന് അതിനോടൊപ്പം നിന്നു കൊടുക്കും എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ലാൽ, ഇതില് തെരഞ്ഞെടുക്കപ്പെട്ട 63 കോൺഗ്രസ് എം എൽ എമാരായിട്ടുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളിൽ ഒരാളായിരുന്നു കെ സി വേണുഗോപാൽ എങ്കിൽ നമ്മൾ ഈ ചർച്ചയുടെ കാര്യമില്ല. കാരണം അദ്ദേഹം തീർച്ചയായിട്ടും പരിഗണിക്കപ്പെടാവുന്ന ഒരാളാണ്. കാരണം അദ്ദേഹം സീനിയറാണ്. അപ്പോൾ കുറെ കാലമായിട്ട് അദ്ദേഹം കെ എസ് യു മുതൽ തന്നെ വന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പരിഗണിക്കപ്പെടാവുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹം മത്സരിച്ചിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും സിറ്റിംഗ് എം പി ആണ്. സിറ്റിംഗ് എം പിമാരാരും മത്സരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുള്ളത് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ എങ്ങനെയാണ് ഇതിൽ വന്നിട്ടുള്ളത്? അത് അവിടെയാണ് താങ്കൾ പറഞ്ഞ ഇത് ഇപ്പോഴത്തെ ഒരു താല്പര്യമല്ല, കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ താല്പര്യം തന്നെയാണ് എന്ന് വരുന്നത്. കാരണം അദ്ദേഹത്തെ പരിഗണിക്കേണ്ടതില്ല. കാരണം ഇവിടെ 63 എം എൽ എമാരിൽ ആരെങ്കിലും ഒരാളുടെ പേര് അല്ലെങ്കിൽ 63 പേരുടെ പേരും നിങ്ങൾക്ക് പറയാം എന്നല്ലല്ലോ ഇവിടെ നിരീക്ഷകർ വന്ന് പറഞ്ഞിട്ടുള്ളത്. അവര് പരിഗണിക്കപ്പെടുന്ന പേരുകളിൽ അവര് വന്ന് അന്വേഷിക്കുന്നതിൽ ഈ 3 പേരുടെ പേരിൽ ഒരാള് മത്സരിക്കാത്ത ആളാണ്. അപ്പോൾ ഹൈക്കമാൻഡിന്റെ താല്പര്യം വളരെ വ്യക്തമാണ്. മാത്രമല്ല ഇനി മറ്റു 3 പേരും മറ്റു 2 പേരും അവരും താല്പര്യമില്ലാത്ത ആളുകളല്ല. ശരിക്കും പറയാം, എനിക്ക് അത്ഭുതം തോന്നുന്നൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിന്റെ മുമ്പേ നേരത്തെയൊക്കെ യു ഡി എഫിന്റെ ആളുകൾ, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ പറഞ്ഞിരുന്ന എൽ ഡി എഫുകാരോട് പറഞ്ഞിരുന്നത്, നിങ്ങൾക്ക് ഒരാളെ വെച്ചുകൊണ്ട് മാത്രം നിങ്ങൾ തെരഞ്ഞെടുപ്പിന് നേരിടുന്നു, നിങ്ങൾ ഒരു പിണറായി മാത്രമാണ് മുന്നിൽ നിർത്തുന്നത്, ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ ടീം യു ഡി എഫ് ആണ് എന്നാണ്. ടീം യു ഡി എഫ് അല്ലെങ്കിൽ ടീം കോൺഗ്രസ് എന്നാണ് എങ്കിൽ ഈ പറയുന്ന രൂപത്തിലൊരു വിജയശില്പി ഉണ്ടാവാൻ പാടില്ലല്ലോ. വിജയശില്പികൾ എല്ലാവരും ചേർന്ന് ആയിരിക്കണം. മത്സരിച്ചവരും മത്സരിക്കാത്തവരും ചേർന്ന് എല്ലാവരും ആയിരിക്കണം വിജയശില്പികൾ. ഇവിടെ പറയുന്നത് സതീശന്റെ പേര് പറയുമ്പോൾ അദ്ദേഹമാണ് വിജയശില്പി എന്നാണ് ഇപ്പോ നല്ലൊരു ശതമാനം ആളുകളും തെരുവിൽ ഇറങ്ങിയിട്ട് പറയുന്നത്. ഈ തരത്തിൽ മാനുഫാക്ചേർഡ് ആണോ എന്നാണ് ശ്രീ സജീവൻ ഞാനിപ്പോൾ ചോദിച്ചു വന്നതിൻ്റെയും കൂടി അർത്ഥം. സജീവൻ ഈ പറയുന്ന ഹൈക്കമാൻഡിന്റെ പ്ലാൻ അട്ടിമറിച്ചോ? ഇപ്പോൾ ഈ അവസരം മുതലാക്കിയോ? തീർച്ചയായിട്ടും അതാണ്. ഇപ്പൊ ഇത് വരുമ്പോ എങ്ങനെയാണ് വിജയശില്പി എന്ന് പറയുന്നത് വരുന്നത്? പിന്നീട് മറ്റൊരാളുടെ കാര്യത്തിൽ ഇപ്പൊ രമേശ് ചെന്നിത്തല, അതിൽ അദ്ദേഹം 2021 തന്നെ തന്റെ അഭിപ്രായവും ആഗ്രഹവും പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. അത് ലാൽ ഓർക്കുന്നുണ്ടാവും. ആ സമയത്ത് പിന്നെ പ്രതിപക്ഷ നേതാവായിട്ട് വി ഡി സതീശനെ തെരഞ്ഞെടുത്തപ്പോ ഈ രമേശ് ചെന്നിത്തല പറഞ്ഞ ആദ്യത്തെ വാചകം തന്നെ അടുത്ത ഘട്ടത്തിൽ ഭാവിയിൽ വരുന്ന മുഖ്യസ്ഥാനത്തേക്കുള്ള പോരാട്ടത്തിൽ ഞാൻ ഉണ്ടാകും എന്നാണ്. അതിനർത്ഥം അദ്ദേഹം മുഖ്യസ്ഥാനം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒന്നുകിൽ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി. അപ്പൊ അദ്ദേഹം നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. ഹൈക്കമാൻഡിന്റെ കാര്യത്തിൽ കെ സി വേണുഗോപാൽ മറ്റൊരു എം പിയും മത്സരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ മറ്റുള്ള എം പിമാരും മത്സരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ ഹൈക്കമാൻഡ് ഇവിടെ കെ സി വേണുഗോപാലിന്റെ പേര് അദ്ദേഹം വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പിന്നെ എം പിമാരെ പരിഗണിക്കുന്നില്ല എന്ന് രാഹുൽ ഗാന്ധിയോ
പിന്നെ കോൺഗ്രസിന്റെ പ്രസിഡന്റോ ഒന്നും ആരും പറഞ്ഞില്ലല്ലോ. അപ്പൊ അവര് പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്ന ഒരു പേരാണ് അവിടെ. അതിനിടയിലാണ് ഈ പറഞ്ഞ രൂപത്തിൽ വിജയ് ശില്പി എന്ന രീതിയിൽ സതീശൻ. അപ്പൊ ഈ മൂന്ന് പേരും ഇവിടെ കൃത്യമായിട്ടും അന്യോന്യം അട്ടിമറിക്കാനായിട്ട് രംഗത്തുണ്ട്. അതാണ് ഇവിടുത്തെ പ്രശ്നം. കോൺഗ്രസ് ആരെ തെരഞ്ഞെടുത്താലും നമുക്ക് പ്രശ്നമില്ല, എത്ര ദിവസം വേണമെങ്കിലാവും. ഞാൻ അതിനോടൊന്നും വിയോജിക്കുന്ന ആളല്ല. അവരുടെ രീതി അനുസരിച്ച് MLA മാർ യോഗം ചേരുന്നു. അവരിപ്പോ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കൂട്ടായിട്ട് അഭിപ്രായം പറയുന്നു, ഒരാളെ തെരഞ്ഞെടുക്കുന്നു. അത് ഹൈക്കമാൻഡ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയോ പ്രസിഡന്റോ ആരെങ്കിലും അത് അംഗീകരിക്കുന്നു. അതൊക്കെ അത് നടന്നോട്ടെ. അതിന് 10 ദിവസം എടുത്താലും നമുക്ക് ആർക്കും വിരോധമില്ല. പക്ഷെ ഇവിടെ ഇപ്പോൾ നടക്കുന്നത് ആദ്യഘട്ടത്തിൽ കോമഡി നാടകമായിട്ട് തോന്നി, പിന്നീട് അത് ഒരു 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 ത്രില്ലറിലേക്ക് പോകുന്ന, അക്രമത്തിന്റെ രീതിയിലേക്ക് വന്നു. അതായത് മണ്ണെണ്ണ ഒഴിച്ച് തീ വെക്കുക തുടങ്ങിയ രീതിയിലെ കാര്യങ്ങളെ പോകുന്നതിലേക്കാണ് ഇപ്പൊ പോകുന്നത്. ഇതിന്റെ ആവശ്യമില്ലല്ലോ. ഇത്രയും സീറ്റ് കിട്ടിയിട്ട് എന്തിനാണ് ഇത് കളിക്കളി? ആരെങ്കിലും യെസ്. ഒരാൾ മുഖ്യമന്ത്രി ആയിക്കോട്ടെ,